ശ്രീ ഫ്രാൻസിസ് ആൽബർട്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനം തന്നെ കുറ്റകരമാണ്. ജാതി മാറ്റുന്നത് പ്രലോഭിപ്പിച്ചുകൊണ്ടാണ്, സംവരണം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ലക്ഷക്കണക്കിന് പേരെ ഇത്തരത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ലത്തീൻ കത്തോലിക്ക ഐക്യവേദി ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചു കാണുന്നു. ലത്തീൻ കത്തോലിക്ക വിഭാഗം എന്ന് പറയുന്നത് 1947 മുമ്പ് അതിന് നിർവചനമുണ്ട്. 2010 മുമ്പ് തന്നെ ഈ പ്രശ്നം പിതാക്കന്മാരും മറ്റും രാഷ്ട്രീയപരമായി അന്ന് ഭരിക്കുന്നവരുടെ മുമ്പിൽ പോയപ്പോൾ അന്ന് ഗവൺമെൻറ് തന്നെ നിയമസഭയിൽ ഇതേപ്പറ്റി റിപ്പോർട്ട് ആരാഞ്ഞു. നരവംശാസ്ത്ര ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചോദിച്ചപ്പോൾ ആരാണ് ലത്തീൻ കത്തോലിക്കരെന്ന് ചോദിച്ചപ്പോൾ നിർവചിക്കുകയുണ്ടായി, പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അവരുടെ പിന്തുടർച്ചാവകാശമുള്ളവരുമാണ്. അതിൽ ചില ഉപജാതികളുണ്ട്, മുക്കുവരുണ്ട്, അഞ്ഞൂറ്റിക്കാരുണ്ട്, മുന്നൂറ്റിക്കാരുണ്ട്, ഫരിതറുണ്ട്. അത് ശരിയാണ്. അപ്പോൾ പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നൽകപ്പെടേണ്ട സംവരണം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സഭാ നേതാക്കന്മാരുടെ പ്രഷർ മുഖാന്തരം മാറി മാറി വന്ന ഭരണകർത്താക്കൾ ചെയ്തിരിക്കുന്നത്. 2010 അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഒരു ജിയോ ഇറങ്ങിയത്. ആ ജിയോ വഴി ഈ സംവരണം അട്ടിമറിക്കപ്പെട്ടു. ബിഷപ്പുമാർ എഴുതി കൊടുക്കുന്ന ആർക്കും ഇത് നൽകപ്പെടാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചു. ആ സമയത്ത് 2012 15 വീണ്ടും പുതിയ ജിയോകൾ വന്ന് പലതും ആഡ് ചെയ്യുകയാണ്. അത് സഭാപിതാക്കന്മാരുടെ നിർബന്ധം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം ഇതൊക്കെ വന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ജിയോ ഇറക്കുന്ന ടൈമിങ്ങും വർഷവും നോക്കിയാൽ വളരെ കൃത്യമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2010 സഭയിലെ പിതാക്കന്മാരെയും സഭാമക്കളെയും തൃപ്തിപ്പെടുത്തുവാനായിട്ട് ജിയോ കൊണ്ടുവരുന്നു. 11 കഴിഞ്ഞ് അടുത്ത 15 16 ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അടുത്ത ജിയോ കൊണ്ടുവരികയാണ്. ഇവരുടെയൊക്കെ ലക്ഷ്യം ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലുള്ള പിതാക്കന്മാർ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹപ്രകാരം തൃപ്തിപ്പെടുത്തുവാനുള്ള ജിയോകളാണ്.